അന്തർദേശീയ ഗൂഢാലോചനയാണ് തൃശൂർ പൂരം കലക്കലിന് പിന്നിലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. പൂരം കലക്കൽ CBI അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സത്യം മൂടിവെക്കപ്പെടാത്ത അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി. ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൗരഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിക്കും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്തർദേശീയ ഗൂഢാലോചനയാണ് തൃശൂർ പൂരം കലക്കലിന് പിന്നിലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. പൂരം കലക്കാൻ കൂട്ടുനിന്ന ആളുകൾ ഒളിച്ചിരിക്കുന്നുവെന്നും സംഭവത്തിൽ പോലീസിന് പങ്കുണ്ടെന്നും പാറമേക്കാവ് ദേവസ്വം ആരോപിച്ചു. തൃശൂർ പൂരം കലക്കൽ CBI അന്വേഷിക്കണമെന്നും പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇത്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടെന്നുള്ളതിന് ഞാൻ എവിഡൻസ് വെച്ചാൽ പറയണം. ഇവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വൻ പൈസ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ്. എന്നാൽ ഇത് CBI അന്വേഷിക്കാണ്ട് ഇതിനൊരു അവസാനം വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സംശയിക്കുന്നത്, ഉത്സവ കേരളം സംശയിക്കുന്നത് ഫണ്ടുകൾ വിദേശത്തു നിന്നാണ് വരുന്നത്. ഈ വിദേശത്തു നിന്ന് ഫണ്ടുകൾ വന്നിട്ടാണ് ഈ ചില പല NGOകളും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റ്സും ഈ പൂരങ്ങൾ നടത്താതിരിക്കാൻ, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം തകർക്കാനായിട്ട് വിദേശ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ ആളെ നമ്മൾ തിരിച്ചറിയാതെ ഇവിടെ പോലീസാണ്, കമ്മീഷണറാണ്, ADGP എന്ന് പറഞ്ഞ് നമ്മൾ ആ മെയിൻ ശ്രദ്ധയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു മികച്ച കള്ളനെയാണോ ഏൽപ്പിക്കുന്നത്? പോലീസിനെതിരായ ഒരു പരാതി ജുഡീഷ്യൽ സംവിധാനത്തെ കൊണ്ടാണ് അന്വേഷിക്കപ്പെടേണ്ടത്. സത്യം മൂടിവെക്കപ്പെടാത്ത അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പക്ഷേ ഈ കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു കള്ളന് നേരെ കംപ്ലൈന്റ് വന്നു. അപ്പോൾ ആ കള്ളത്തില് മികച്ച കള്ളനെ എങ്ങനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്? ഞാൻ കാക്കിയെ റെഫർ ചെയ്തതല്ല. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? പോലീസിന് നേരെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് സത്യം മൂടിവെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൗരഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിക്കും. അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. ധ്യാനകേന്ദ്രം നിർമ്മിച്ചു നൽകുന്ന 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന രേഖാസമർപ്പണവും 1500 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 23-ന് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് ഡിവൈൻ ധ്യാനകേന്ദ്രം മലയാളം വിഭാഗത്തിൽ വെച്ച് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തും. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി മുൻ MP, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, തൊടുപുഴ MLA PJ ജോസഫ്, തൃശൂർ MLA P. ബാലചന്ദ്രൻ, അങ്കമാലി MLA റോജി M. ജോൺ, പിറവം MLA അനൂപ് ജേക്കബ്, കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് തുടങ്ങി ആധ്യാത്മിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കും. അന്ന് രാവിലെ 11-ന് പൗരോഹിത്യ സുവർണ ജൂബിലേറിയൻ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് പനക്കൽ, ഫാദർ ബിനോയ് ചക്കാനി കുന്നേൽ, PJ ആന്റണി, ഔസേപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്.
അന്നമനട് ഗ്രാമപഞ്ചായത്ത് മികവിന്റെ കേന്ദ്രം സിവിൽ സർവീസ് അക്കാദമിയുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും നവീകരിച്ച EMS ഹാൾ ഉദ്ഘാടനവും നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മികവിന്റെ കേന്ദ്രം പുതിയ ബാച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാനും അവരുടെ ടാലന്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഏജ് LP ആ തലത്തിലാണ്. ആ ഒരു തലത്തിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതും പിന്നെ അവരുടെ കഴിവ് പോഷിപ്പിക്കേണ്ടത്. പക്ഷെ എന്നാൽ നമ്മുടെ ഒരു സ്കൂൾ സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പോൾ കുറേ റെസ്ട്രിക്ഷൻ കാരണം അപ്പോൾ ഇത്ര കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ PT ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളത് കാരണം പല സ്ഥലത്തും അത് നടപ്പിലാക്കാൻ പറ്റാതെ വരും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ LP തലത്തിൽ തൊട്ട് ഇപ്പോൾ PT ടീച്ചേഴ്സിനെ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് PT ടീച്ചേഴ്സിനെ കൊടുക്കുന്നു. VR സുനിൽകുമാർ MLA EMS ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, മഞ്ജു സതീശൻ, KA ഇക്ബാൽ, KK രവി നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, അഡ്വക്കേറ്റ് MK ഹക്ക്, VV ജയരാമൻ, PD ജോസ്, ടെസി ടൈറ്റസ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. മേലടൂർ ചൈതന്യ അക്ഷയശ്രീ സ്വയം സഹായ സംഘം ഓണാഘോഷ പുലിക്കളി സംഘടിപ്പിച്ചു. പീടികക്കുന്ന് ജംഗ്ഷനിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്രയോടെ ആരംഭിച്ച പുലിക്കളി സഹകാർ ഭാരതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷിബു പണ്ടാല ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KK രവി നമ്പൂതിരി, BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് എന്നിവർ സംസാരിച്ചു. ഘോഷയാത്ര മേലടൂർ ജംഗ്ഷനിൽ സമാപിച്ചു. പുത്തഞ്ചിറ വെള്ളൂരിൽ ചങ്ങമ്പുഴ സ്മാരക മന്ദിരം സമസ്യ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി പുത്തഞ്ചിറ തെക്കുമുറി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഗ്രാമോത്സവത്തിൽ കായിക മത്സരങ്ങൾ, കൈക്കൊട്ടിക്കളി മത്സരം, ഓണക്കളി മത്സരം എന്നിവ നടന്നു. സമാപന ദിവസം വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. PS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുമാരി ജസ്ന, സലീം, കലാകാരി രമ രാഘവൻ, കുരുത്തോല കലാകാരൻ PA സുബ്രഹ്മണ്യൻ എന്നിവരെ ആദരിച്ചു. IML അക്കാദമി ഡയറക്ടർ ബിജു അമ്പഴക്കാടൻ, ഗാദർ പട്ടേപ്പാടം, നോവലിസ്റ്റ് രാധാകൃഷ്ണൻ പൊറ്റയ്ക്കൽ, വാർഡ് മെമ്പർ ശൈലജ സന്തോഷ്, MM നൌഷാദ് എന്നിവർ സംസാരിച്ചു. BRC മാളയുടെ ആഭിമുഖ്യത്തിൽ മാള സെന്റ് ആൻഡ്രീസ് സ്കൂളിൽ ലൈഫ് 24 ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന കൃഷിക്കൂട്ടത്തിൽ കൃഷി മേഖലയിൽ വളപ്രയോഗവും ദ്രവ്യരൂപത്തിലുള്ള കീടനിയന്ത്രണ ഉപാധികളും കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള അഗ്രികൾച്ചർ ഡ്രോൺ എന്നിവ കുഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുധ ദേവദാസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയായ ഡ്രോണാണ് ഇവിടെ പരിചയപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇത് കൃഷിയിടത്തിൽ ഫെർട്ടിലൈസർ, കീടനിയന്ത്രണ ഉപാധികൾ ഒക്കെ ഈ ദ്രവരൂപത്തിൽ നമ്മുടെ ഈ ഡ്രോൺ വഴി നേരിട്ട് ഇലകളിലേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും. ഡ്രോൺ ഉപയോഗിച്ച് ഇതിൽ ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം ആരോഗ്യ സംബന്ധമായി ഇപ്പോൾ മാനുവലായിട്ട് ചെയ്യും, മനുഷ്യൻ തന്നെ മരുന്നടിക്കുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഡ്രോൺ വഴിയാകുമ്പോൾ അത് നമുക്ക് നേരിട്ട് ഇലകളിലേക്ക് എത്തിക്കും. സമയലാഭം, സമയം ഒരു ഏക്കർ ചെയ്യുന്നതിന് തന്നെ മാക്സിമം ഒരു 8 മിനിറ്റൊക്കെ വരുള്ളൂ. മറ്റേ ഒരു വ്യക്തിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 2 മണിക്കൂറിൽ മേലെ എന്തായാലും എടുക്കും. അപ്പോൾ നമുക്ക് ഈ സാങ്കേതിക വിദ്യ കൃഷിയിടത്തിലേക്ക് ഒരു വലിയ ഇതായിട്ട് തന്നെയാണ് നമുക്ക് നല്ലൊരു അവസരമാണ്. മറ്റുള്ളവർക്കും കൃഷിക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഈ ഒരു സാങ്കേതിക വിദ്യ. കർഷകനായ സിനോജ്, കൃഷി ഓഫീസർ ബെന്നി എന്നിവർ കൃഷിപാഠങ്ങൾ വിവരിച്ചു. BBC സെബി A പെല്ലിശ്ശേരി, ട്രെയിനർമാരായ AD ബൈജു, KS സ്മിത, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. കുഴുക്കാട്ടുശ്ശേരി ഗ്രാമകയിൽ വേനൽമഴ വൺ-ഡേ ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നജ്മൽ ഷാഹി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി, ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, C മുകുന്ദൻ, നാടക പ്രവർത്തകൻ സുരേഷ് മുട്ടത്തി, പഞ്ചായത്ത് അംഗം മിനി പോളി, ക്യാമ്പ് ലീഡർ CS നന്ദന, ജയൻ കാളത്ത് എന്നിവർ സംസാരിച്ചു. അപ്പോൾ നിങ്ങളെടുത്ത സീനിയർ വിദ്യാർത്ഥികളാണ് നാടകത്തിൽ. പുതിയതാരുമില്ല എന്ന് ഞാൻ അറിഞ്ഞു. നാടകം കളിച്ചു, ക്യാമ്പുകളിൽ പങ്കെടുത്തു. നിങ്ങളുടേതായ ഒരു പരിസരത്തിലേക്ക്
ചിൽഡ്രൻസ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു പരിസരത്തിലേക്ക് എത്തിക്കഴിഞ്ഞ വ്യക്തികളാണ്. ഇതൊന്നും കിട്ടാതെ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം അയ്യന്തോൾ, തൃശ്ശൂർ അയ്യന്തോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയ്യന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ചിൽഡ്രൻസ് തിയേറ്റർ എഡ്യൂക്കേഷൻ ക്യാമ്പ് നടത്തി. തിയേറ്റർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ക്യാമ്പ് നടത്തുമ്പോൾ അവരുടെ പാഠഭാഗങ്ങൾ, അതായത് നിങ്ങൾ 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ ഓരോരോ സബ്ജക്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ക്യാമ്പ് നടത്തിയത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നിർഭാഗ്യവശാൽ ആ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ ഒരു ക്ലാസ്സിൽ 4 or 5 വിദ്യാർത്ഥികളായിരുന്നു പഠിക്കുന്നത്, ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ അധ്യാപകരോട് ചോദിക്കുമ്പം അവർ പറയുന്നത് ഇത്രയൊക്കെ 15 കുട്ടികളാണ് ടോട്ടൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അതിൽ 5 or 6 കുട്ടികൾ മാത്രമേ ക്ലാസ്സിൽ എത്തുന്നുള്ളൂ. അപ്പം അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ അവർ പല പല കാരണങ്ങളാണ് പറയുന്നത്. മാള റേഞ്ച് മധൂർ റസൂൽ കോൺഫറൻസ് സെപ്റ്റംബർ 22-ന് കാട്ടിക്കരക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന കോൺഫറൻസിന്റെ ഉദ്ഘാടനം ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ നിർവഹിക്കും. പ്രമുഖ പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും. റേഞ്ച് സെക്രട്ടറി അഷ്കർ അലി ബദരി, ട്രഷറർ സ്വാലിഹ് മാരേക്കാട്, ITA കോർഡിനേറ്റർ നജീബ് ഹിഷാമി, MMA സെക്രട്ടറി മജീദ് കാരൂർ, ട്രഷറർ ആഷിർ കാട്ടിക്കരക്കുന്ന് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള മാരേക്കാട് മഹൽ ആൻഡ് മീലാദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹ്ഫില മീലാദ് കലോത്സവം സംഘടിപ്പിച്ചു. ഖത്തീബ് ഷാഫിൾ ദാവിദ് ഖാലബി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് KM ഇബ്രാഹിം അധ്യക്ഷനായി. മുഹമ്മദ് ആയാസ് അസി, ഇമാം അമീൻ ഫൈസി, അഷ്ടമിച്ചിറ ഈസ്റ്റ് ജുമാ മസ്ജിദ് ഖത്തീബ് നജീബ് ഹിഷാമി, മഹൽ വൈസ് പ്രസിഡന്റ് ജലീൽ മാരേക്കാട്, MK സുഹൈൽ, സക്കരിയ TA, MA റിൻഷാദ്, MH ഹാരിസ്, VJ ഫായിസ് എന്നിവർ സംസാരിച്ചു. SSLC +2 സമസ്ത പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പോക്സോ പ്രതി പിടിയിൽ. പുത്തഞ്ചിറ പകരപ്പള്ളി കോളനി പറമ്പിൽ നീരജാണ് പിടിയിലായത്. അതിജീവിതയെ പലതവണ പീഡിപ്പിച്ചു. അതിജീവിതയുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയ പ്രതി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയും തുടർന്ന് ഈ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു. സംഭവശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പരിസരത്ത് നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ സീനിയർ CPO PA അഭിലാഷ്, PD ദിബീഷ്, SI മുഹമ്മദ് ബാഷ്, ASI നജീബ്, ഹോംഗാർഡ് വിനോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ പൂക്കടയിൽ മോഷണം. ഉഴവത്തുകടവ് തരൂപീടികയിൽ നൌഷാദിന്റെ ഉടമസ്ഥതയിൽ ചന്തപ്പുര സിഗ്നൽ ജംഗ്ഷൻ സമീപം പ്രവർത്തിക്കുന്ന KK ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കടയിൽ മറ്റൊരിടത്ത് സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് താഴ് തുറന്നാണ് പണം കവർന്നത്. പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 1000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി നൌഷാദ് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയനാട് ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യത്തിൽ കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും നടത്തിയെന്നാരോപിച്ച് കേരള സർക്കാർ നടപടികളെയും അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി വഞ്ചനാ ദിനം ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PA മുഹമ്മദ് സാഗിർ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തർദേശീയ ഗൂഢാലോചനയാണ് തൃശൂർ പൂരം കലക്കലിന് പിന്നിലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. പൂരം കലക്കൽ CBI അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സത്യം മൂടിവെക്കപ്പെടാത്ത അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി. ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൗരഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിക്കും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.